സ്വാതന്ത്ര്യം രണ്ടാം പാതിര ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവി കടയിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബാലന് തന്നെ നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ധർമ്മൻ വീട്ടിൽ വന്ന് എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ദേവി കടയിൽ വന്നിട്ട് കടയിലൊരു ഉണർവൊക്കെ ഉണ്ട്, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, കച്ചവടം കൂട്ടിയിട്ടുണ്ട് ഏട്ടത്തി എന്ന് ഗോമതി എടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്, മീനാക്ഷിക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ സുകന്യയ്ക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതിനുശേഷം രാത്രി ദേവിയും ബാലനും ഒക്കെ വരുമ്പം കണക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കണക്കൊക്കെ കൊടുത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആര്യനും അതേപോലെ ആകാശും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബാലനോട് പറയാണ്, അച്ഛാ ഞങ്ങൾ ഇന്ന് വഴി വെച്ച് ഒരാളെ കണ്ട്, അയാളോട് ഞങ്ങൾ സംസാരിച്ചെന്ന് പറയാണ്. അപ്പം ബാലൻ ചോദിക്കുകയാണ്, ആരാടെ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടതെന്ന് പറയാണ്. അത് ജീവനെ കണ്ടായിരുന്നു, ജീവനോട് സംസാരിച്ച്. അപ്പം ബാലൻ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ്. എന്ത് സംസാരിച്ച്? അല്ല, അവരുടെ അമ്മയും അച്ഛനും വന്ന് ഇവിടെ ഇന്ന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞില്ലേ, 1 കോടി രൂപ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ജീവന് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചെന്ന് ആര്യം പറയാണ്. അപ്പം ബാലൻ ചോദിക്കുന്നത്, നിനക്ക് നാണമില്ലേടാ ആ ചെറുക്കനോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ? അവർ വെറുതെ ഒന്നുമല്ലല്ലോ ചോദിച്ചത്, അവരുടെ മകനും നമ്മളുടെ മോളുമായിട്ട് ഇവിടുത്തെ പെങ്കൊച്ചുമായിട്ട് കല്യാണം ഉറപ്പിച്ച് ആ കല്യാണം നടത്തില്ല, അതിനുള്ള നഷ്ടപരിഹാരമാണ് അവർ ചോദിച്ചതെന്ന് പറയാണ്. അപ്പം ആര്യം പറയാണ്, അവർ ഇത്ര വലിയൊരു തുക ചോദിച്ചില്ലേ, അതിന് ജീവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അച്ഛാ ചോദിച്ചത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമല്ല. അപ്പോൾ ഉടനെ ബാലൻ പറയാണ്, നിനക്കൊന്നും നാണമില്ലേ അവൻ്റെ മുന്നിൽ കൈ കൂപ്പാൻ? അവർ പറയുന്നത് ശരിയല്ലേ, അവർ ഇവിടുത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാതിരുന്നു, അതുകൊണ്ട് അവർക്ക് അത്രയും നഷ്ടമുണ്ടായി, അതിന് നമ്മൾ നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ, അത് കൊടുക്കുക തന്നെ ചെയ്യും. നമ്മളാണ് അവരെ ചതിച്ചത്, അല്ലാതെ അവർ നമ്മളെയല്ല ചതിച്ചത്. കല്യാണത്തിന് തലേന്ന് പെണ്ണിനെ കാണാതായി കഴിഞ്ഞാൽ അവരെന്തുമാത്രം അപമാനം സഹിച്ചാണ്, നമ്മളെക്കാൾ കൂടുതൽ അവരായിരിക്കും സഹിച്ചത്. അപ്പം അതിനുള്ള പരിഹാരം അവർക്ക് കിട്ടണ്ടായോ എന്ന് ബാലൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആരെയായാലും ആകാശമൊന്നും മിണ്ടില്ല. നിങ്ങൾക്കെങ്കിലും ഒരു ബോധം ഉണ്ടാകണ്ടേ? ചോദിക്കുന്നതിന് മുമ്പ് ഒരു ബോധത്തോടെയെങ്കിലും നിങ്ങൾ ആ പയ്യനോട് ചോദിക്കണ്ടേ? ആ പയ്യൻ എന്തുമാത്രം അപമാനിക്കപ്പെട്ട് കാണും ആ ദിവസം, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഗോമതിക്ക് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. എന്തായാലും എവിടെ നിന്നായാലും എങ്ങനായാലും അവർക്ക് ആ പൈസ, ചോദിച്ച പൈസ കൊടുക്കണം, അത് കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണ്. നമ്മളെപ്പോലെ തന്നെ അവരും മാനം കെട്ടതാണെന്ന് പറയാണ്, അത് നമ്മൾ കാരണം. അപ്പം ആകാശ് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത്രയും കാശ് നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കാനാ? 1 കോടി രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എങ്ങനെ ഒപ്പിച്ച് കൊടുക്കാനാ? അപ്പോൾ ബാലൻ പറയാണ്, എന്തായാലും എങ്ങനെയായാലും കൊടുത്തേ പറ്റൂ, അതിനൊരു മാറ്റം ഇല്ലയെന്ന് പറയാണ്. എന്നും പറഞ്ഞാൽ ബാലൻ അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം ആവുന്നുണ്ട്. അതുപോലെ സുകന്യയാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ, ഇനി ഇവിടുത്തെ സ്വത്തിൻ്റെ കുറേയൊക്കെ എടുത്ത് ഇനി വിറ്റിട്ട് ഇനി ആ പൈസ കൊടുക്കുമോ, അതുകൊണ്ട് സ്വത്ത് കുറയുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായി സുകന്യയ്ക്ക്. ധർമ്മൻ്റെ കിട്ടേണ്ടതെല്ലാം അങ്ങോട്ട് പോവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലായി സുകന്യയ്ക്ക്. ബാക്കിയുള്ളവർക്കെല്ലാം ബാലൻ്റെ അവസ്ഥയൊക്കെ ഓർത്താണ് ഒരു ടെൻഷൻ. അങ്ങനെ എല്ലാവരും ആ പൈസ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ആനന്ദിൻ്റെ അടുത്താണെങ്കിൽ ദേവി പറയുന്നുണ്ട്, നമ്മളെ കഴിയുന്നതൊക്കെ കൊടുക്കണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആനന്ദിന് ആകപ്പാടെ ദേവിയെ കണ്ടുകൂടാ. അതിനുള്ള ദേവിയുടെ ഈ സംസാരത്തോടെ കേൾക്കുമ്പം ആനന്ദ് പറയുകയാണ്, നീ എൻ്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ദേവി പറയാണ്, ഞാൻ അഭിനയിക്കൊന്നുമല്ല, ബാലച്ചൻ്റെ കയ്യിൽ അത്രയും കാശില്ലെന്നറിയാം, നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അങ്ങനെ എല്ലാവരും കുറേശ്ശെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാരം ബാലച്ചന് കുറയല്ലോ, അതുകൊണ്ട് പറഞ്ഞത് ആനന്ദേട്ടനെ ചെയ്യാൻ പറ്റുന്ന ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ആനന്ദ് പറയാണ്, നിൻ്റെ സഹായം എനിക്ക് വേണ്ട, എനിക്കറിയാം എന്താ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ദേവിക്ക് ആകപ്പാടെ വിഷമമാകുന്നുണ്ട്. അങ്ങനെ ബാലൻ ആകപ്പാട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം വന്നിട്ട് ചോദിക്കണം, ബാലേട്ടൻ എന്തൊക്കെയായി പറയുന്നത്, ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എങ്ങനെ എടുത്ത് കൊടുക്കാനാ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ബാലൻ പറയാണ്, അത് നമ്മൾ കൊടുത്തേ പറ്റൂ, എന്തെങ്കിലും പണയം വെച്ചാലും അല്ലെങ്കിൽ കടയെങ്കിലും പണയം വെച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലും നമ്മൾ കൊടുക്കണമെന്ന് പറയാണ്. ബാലേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ ഗോമതി സ്റ്റോവ് പണയം വെക്കാനോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ആധാരം വെക്കണമെന്ന് നമ്മുടെ ബാലൻ പറയാണ്. എങ്ങനായാലും കാശ് ഒപ്പിക്കണം എന്ന് പറയാണ്. അപ്പം നമുക്ക് ഇത്രയും വലിയൊരു പൈസ ഒപ്പിക്കുക എന്ന് വെച്ചാൽ വലിയ പാടല്ലേ എന്ന് പറയാണ്. അപ്പം നമ്മളെ മകളായിട്ട് വരുത്തി വെച്ചാൽ നമ്മൾ അതിൻ്റെ കടം തീർത്തേ പറ്റൂ, കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ബാലനാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് പണയം വെച്ചായാലും ആ പൈസ കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആരും അറിയാതെ ബാലൻ ആ ഗോമതി സ്റ്റോഴ്സ് പണയം വെക്കുകയാണ്. ബാങ്കിൽ കൊണ്ടുവന്ന് ആധാരം പണയം വെക്കുകയാണ്. പണയം വെച്ചിട്ട് കാശെടുക്കുകയാണ്. അപ്പം ആർത്തി പണ്ടാരങ്ങളായ ജീവനും കുടുംബനും ആ കാശ് കൊടുക്കാൻ തന്നെ ബാലൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ കാശ് കൊടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാലൻ ചെയ്യുകയാണ്.